അവനുണ്ടായിരുന്ന അല്ലെങ്കിൽ അവളുണ്ടായിരുന്ന സമയത്ത് കൂടുതൽ എൻ്റെ ലൈഫ് എൻ്റെ ക്വാളിറ്റി എല്ലാം പോവുമായിരുന്നു. ഇപ്പോൾ അവൾ പോയപ്പോൾ അല്ലെങ്കിൽ അവൻ പോയപ്പോൾ അതിൻ്റെ കൂടെ ഉള്ളതും കൂടെ പോയി. അങ്ങനെ മൊത്തത്തിൽ ഞാനെന്ന വ്യക്തി നശിച്ചു എന്നൊരു തോട്ട് അവർക്ക് വരും. സോ ആയിട്ട് അവരുടെ മനസ്സിൽ ഈ പറയുന്ന പോലെ സെൽഫ് ടോക്കിൻ്റെ ഭാഗമായിട്ടുള്ള നെഗറ്റീവും പ്ലസ് ആ ഇറങ്ങിപ്പോയ ആൾ ഇൻജെക്ട് ചെയ്തിട്ട് പോയ കുറേ കാര്യങ്ങൾ, അതായത് ചില ടോക്സിക് റിലേഷൻഷിപ്സിൽ ഒരു പെണ്ണിൻ്റെ അടുത്താണ് പറയുന്നത് വിചാരിക്കാം. ആൺകുട്ടികളടുത്ത് സംസാരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പാടില്ല, ഐ മീൻ ഓപ്പോസിറ്റ് ജെൻഡർ അങ്ങോട്ട് സംസാരിക്കാൻ പാടില്ല, അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ട്രെയിൻ ചെയ്തെടുക്കുക. അത് നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഓക്കെ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ, എൻ്റെ കരുതൽ കൊണ്ടല്ലേ, അതുകൊണ്ടാണ്. അവസാനം ഇവരിട്ടിട്ട് പോകുമ്പോൾ സോയായിട്ട് നമുക്ക് ഈ പറയുന്ന ഓപ്പോസിറ്റ് കാറ്റഗറിയോട് സംസാരിക്കാം ഒരു തടസ്സം ഉണ്ടാകും. അത് ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ അവർ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ പറയുന്ന എല്ലാവരും നമുക്ക് കിട്ടിയ എക്സ്പീരിയൻസിലുള്ള ആളെപ്പോലെ തന്നെ ആയിരിക്കാം എന്ന് നമ്മളങ്ങ് വിചാരിക്കാം. സോ അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള നെഗറ്റീവും അയാൾ ഇങ്ങനെ ഇൻജെക്ട് ചെയ്തിട്ടുള്ള കുറേ നെഗറ്റീവ് എല്ലാം കൂടെ കൂടി പോയിട്ട് എന്നാൽ ഫൈവ് വെച്ചാൽ ഒരാൾ വരികയാണ്. അയാൾ വരുന്നത് ഒരു പാവം നല്ല ഒരാളാണെന്ന് വിചാരിക്കുക. അതായത് നമ്മുടെ കാറ്റഗറി 1 ഉണ്ടായിരുന്നല്ലോ, ആ 1-ലെ ഒരാളാണ് വരുന്നത്. വരുമ്പോൾ സോയായിട്ട് നമ്മൾ ഈ സാധനങ്ങളെല്ലാം കൂടി എടുത്ത് അങ്ങോട്ട് ഇൻജെക്ട് ഈ നെഗറ്റീവ് എല്ലാം കൊടുക്കും. അയാൾ ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ, ഈ പറയുന്ന പോലെ കാറ്റഗറി 1-ൽ തന്നെ എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ അയാൾ വിചാരിക്കും സാരമില്ല, എനിക്ക് ആദ്യം ഒരു റിലേഷൻ ഉണ്ടായിരുന്നല്ലോ, അത് പക്ഷേ ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ, അത് ഇങ്ങനെ ഗ്രോത്ത് എനിക്ക് സെൽഫ് ഗ്രോത്ത് ഉണ്ടായിരുന്നു. പക്ഷേ രണ്ടാമത്തെ റിലേഷൻ ഇതിങ്ങനെ ഭയങ്കര മോശമായിപ്പോയി. പക്ഷേ ഇതൊന്നും ഹോൾ ഹ്യൂമൻ ബീങ്സിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. എല്ലാവർക്കും അവരുടേതായ യൂണിക്നെസ് ഉണ്ട്. അപ്പം എനിക്കൊരു പക്ഷേ എന്നെ മനസ്സിലാക്കി എന്നെ ഇഷ്ടപ്പെടുന്ന ആദ്യ കാറ്റഗറിയിലുള്ള പോലെ എന്നെ ഗ്രോ ചെയ്യാൻ സഹായിക്കുന്ന ഒരാൾ വരും. ഇങ്ങനെ ഒരാൾ വന്നു, അതെനിക്കിങ്ങനെ ഒരു പാഠം പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടായിരുന്നു. ഇങ്ങനെ നെഗറ്റീവ് ഒരാൾ വന്ന് എൻ്റെ ലൈഫിൽ എനിക്കൊരു ചാപ്റ്റർ കിട്ടി, അതിന് ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞ് ചിന്തിക്കുന്നവരായിരിക്കും. ഇനി അതല്ല, ഈ പറയുന്ന ഈ രണ്ടാമത്തെ കാറ്റഗറി ഉണ്ട്, ഐ മീൻ നെഗറ്റീവ് വൈബ് കിട്ടിയവർ, അവരുടെ ഇടയിലുള്ള ഒരാളാണ് നമ്മൾ ഈ പറയുന്ന ഫുൾ നെഗറ്റീവായിട്ടിരിക്കുന്ന ഒരാൾക്ക് പാർട്ണറായിട്ട് വരുന്നെങ്കിൽ അയാൾ ഓൾറെഡി ഒരു നെഗറ്റീവ് കിട്ടിയിരിക്കുകയാണ്. അതായത് ഈ നമ്മുടെ ഫുൾ നെഗറ്റീവ് പാർട്ണറിനെ പോലെ തന്നെ ഇരിക്കുന്ന ഒരാളാണ് അവിടെ ഉള്ളത്. അയാളിങ്ങനെ ഒരാൾ ഭയങ്കര ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു, അയാൾക്ക് വേണ്ടി ജീവിച്ചു, അയാളായി തീർന്നു, എന്നിട്ടും പോലും ആ ഒരു പാർട്ണർ അയാളെ തെച്ചിട്ട് അല്ലെങ്കിൽ ചതിച്ചിട്ട് കടന്ന് കളയും. സോ ആയിട്ട് അയാളുടെ ഉള്ളിൽ ഇങ്ങനെ നെഗറ്റീവ് കുഞ്ഞു കൂടി നിൽക്കുന്ന സമയത്താണ്, അല്ലെങ്കിൽ ഒരു പഞ്ചപാവമായിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇത് വിചാരിക്കാം. അതായത് ഇനി എന്ത് ചെയ്യും, ഭയങ്കര ഒരു നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുമ്പോൾ വീണ്ടും ഇതേ നെഗറ്റീവ് തന്നെ ചെല്ലുമ്പോൾ സോയായിട്ട് അയാൾ വിചാരിക്കും ഓക്കെ എൻ്റെ ആദ്യത്തെ റിലേഷൻ നെഗറ്റീവ് ആയിരുന്നു, രണ്ടാമത്തെ റിലേഷൻ നെഗറ്റീവ്, അപ്പോൾ സോയായിട്ട് നാട്ടുകാർ മുഴുവൻ നെഗറ്റീവാണ്, അതുകൊണ്ട് ഞാൻ ഒരാളെ സ്നേഹിക്കുന്നില്ല, ഇനി വരാൻ പോകുന്ന ആളെ ഞാൻ ഇതുപോലെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. സോ അവിടെയും 2 ചിന്താഗതികളുണ്ട്. ഒന്ന് ആലോചിക്കണം, നമ്മൾ ഈ നെഗറ്റീവ് അങ്ങോട്ട് കൊടുത്തു, അതൊരു പോസിറ്റീവ് ആയിട്ടുണ്ടായിരുന്ന ആൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ സോയായിട്ട് അയാൾ അതിനെ ആ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കി എടുക്കും. ലൈക്ക് നെഗറ്റീവ് പോസിറ്റീവ് ആവുന്നില്ല, അതിൻ്റെ ആ ഒരു എഫക്റ്റിന് ഈ പറയുന്ന പോലെ അങ്ങനെ സംഭവിച്ചു. പക്ഷേ അത് ഓക്കെ സാരമില്ല, വിധിയായിരുന്നു, ഇനി അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ഒരു റൊട്ടീനുണ്ട്, ലൂപ്പ് പോലെ ഇങ്ങനെ ഇയാൾ കൊടുത്തു അതിന് തിരിച്ചൊന്നും ഇവിടെ വരുന്നു, അങ്ങനെയാണ് ആ ലൂപ്പ് അവിടെ ബ്രേക്ക് ആവും. സോ ആയിട്ടും അയാൾ ഇനി വരാൻ പോകുന്ന ആളെ ട്രീറ്റ് ചെയ്യുന്നത് ഇതെല്ലാം മുന്നിൽ കണ്ടു വെച്ചിട്ടായിരിക്കും. ഇനിയിപ്പോൾ ഈ പറയുന്ന പോലെ അയാൾ പോസിറ്റീവ് കാറ്റഗറിയിലല്ല, നമ്മൾ ഈ നെഗറ്റീവ് കാറ്റഗറിയിലാണ് ഉള്ളതെങ്കിൽ ഈ ലൂപ്പ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിരിക്കും. ഇവിടെ നെഗറ്റീവ് കൊടുക്കുന്നു, അയാൾക്ക് നെഗറ്റീവ് കിട്ടുന്നു, അയാൾ മറ്റൊരാൾ കൊടുക്കുന്നു, വീണ്ടും തിരിച്ച് നമുക്കറിയാം നമ്മുടെ കയ്യിൽ വരുന്നു, അതാണ് പറഞ്ഞ പോലെ വരും. അപ്പോൾ ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഈ ഞാൻ പറഞ്ഞത് കാറ്റഗറി 2-ൽ തന്നെ രണ്ടാമത്തെ ഒരു ടീം കൂടെ ഉണ്ട്. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെവരെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സെൽഫ് ഗ്രോത്തിനെ പറ്റി പിന്നെ ചിന്തിക്കുക പോലും ചെയ്യാത്തവരാണ്. അതേസമയം രണ്ടാമത്തെ ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫസ്റ്റ് കുറച്ച് നാൾ ഈ പറയുന്ന പോലെ നെഗറ്റീവായിട്ട് നടന്നൊക്കെ ഇരിക്കാം. ഒരു പക്ഷേ വന്നിരിക്കുന്ന ആളെ അതുപോലെ ആയിരിക്കും ട്രീറ്റ് ചെയ്യുന്നുണ്ട്.